നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പിന്നെയും വന്നു. നിങ്ങൾ ഇന്നലെ എക്സസൈസൊക്കെ കുറച്ച് ചെയ്യാനായിട്ട് സമയം കിട്ടിയോ? ആർക്കെങ്കിലും സമയം കിട്ടിയോ? ഏതായാലും എനിക്ക് ഇന്ന് കുറച്ചും കൂടെ ഒരു ഫ്ലെക്സിബിലിറ്റി കിട്ടിയിട്ടുണ്ട്. എനിക്കിപ്പം നന്നായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. സപ്പോർട്ടൊന്നും ഇല്ലാതെ, തലമുടിയൊന്നും ഇല്ലാതെ എനിക്കിരിക്കാൻ പറ്റുന്നുണ്ട്. നമുക്കിന്ന് കാലിൻ്റെ കോൺസെൻട്രേറ്റ് ചെയ്ത് കുറച്ച് എക്സസൈസ് ചെയ്യാം ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടിയിട്ട്. എല്ലാവരുടെയും കാലിനാണ് കൂടുതൽ പ്രശ്നങ്ങൾ, മുട്ടുവേദന, നടുവേദന അല്ലേ? അപ്പോൾ അതിനുള്ള കുറച്ച് ചെറിയ എക്സസൈസുകൾ നമുക്ക് ചെയ്യാം കേട്ടോ. ഇതൊരു 8 മിനിറ്റുള്ള എക്സസൈസാണ്. നമുക്ക് ആദ്യം ഒന്ന് വാമപ്പ് ചെയ്യാം. കാലൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. അങ്ങനെ സമയം കിട്ടുന്നവരൊക്കെ, സമയം കിട്ടുന്നതല്ല, നമ്മൾ സമയം അതിനായിട്ട് മാറ്റി വെക്കുക. ആരോഗ്യമില്ലാതെ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ലല്ലോ. നമ്മുടെ ആരോഗ്യമല്ലേ നമ്മുടെ സമ്പത്ത്. അതുകൊണ്ട് എല്ലാവരും ഒരു 10-15 മിനിറ്റെങ്കിലും ഈ ആരോഗ്യത്തിനായിട്ട് നമ്മൾ മാറ്റി വെക്കണം. ഓക്കെ, നമുക്കിനി കിടന്നുകൊണ്ട് മുട്ടിനുള്ള എക്സസൈസുകൾ ചെയ്യാം. കിടന്ന് ഈ മുട്ടെടുത്ത് ഇങ്ങനെ വളച്ച് ഉണ്ടോ, ഈ കാലുകൊണ്ട് ഈ കാലിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ നമ്മൾ സ്ട്രെച്ച് ചെയ്യണം. ഈ കൈ ഇങ്ങനെ ഇവിടെ ഇരിക്കണം, തലയും നേരെ ഇരിക്കണം. ഇങ്ങനെ ഒരു 1 മിനിറ്റ് നമ്മളിങ്ങനെ ചെയ്യുക. നന്നായിട്ട് നമ്മളിതിൽ ഇട്ടിങ്ങനെ താഴോട്ട് സ്ട്രെച്ച് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഞരമ്പുകളൊക്കെ നന്നായിട്ട് സ്ട്രെച്ച് ആവും. ഇങ്ങനെ ഒരു 1 മിനിറ്റ് നേരം നമ്മളിങ്ങനെ സ്ട്രെച്ച് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളുടെ ഇനി ഇപ്പുറത്തെ കാല് അതുപോലെ തന്നെ നമ്മൾ എടുക്കണം. ഇങ്ങനെ എടുത്തിട്ട് ഈ കൈ കൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കണം. കാലിങ്ങനെ ഇതാക്കണം. ഇങ്ങനെ ഇതും 1 മിനിറ്റ് ചെയ്യണം. ചെയ്തിട്ട് ഇത് നമുക്ക് ഈ കാല് പൊക്കി ഇവിടെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെ എത്ര നമുക്ക് മുകളിലോട്ട് വെക്കാൻ പറ്റുമോ അത്രയും നമുക്ക് ചെയ്യുക. പക്ഷേ ഇവിടുത്തെ എല്ലാം ഞരമ്പുകളൊക്കെ ഇങ്ങനെ സ്ട്രെച്ച് ആവുന്നതൊക്കെ ഫീൽ ചെയ്യും. ഇതും ഒരു 1 മിനിറ്റ് അങ്ങനെ ചെയ്യുക. ഇത് ഇപ്പുറത്തെ കാല് ചെയ്യും. ഓക്കെ, ഇനി ഇത് ഇങ്ങനെ മുട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒരു മുട്ട് മറ്റേ മുട്ടേൻ്റെ ഉള്ളിലോട്ട് വെച്ചിട്ട് ഈ കാലിങ്ങനെ ഇങ്ങനെ പിടിക്കണം. അപ്പം നമുക്ക് ഈ കാലിന് ഇവിടുത്തെ ഇതിന് ഈ കാലിൻ്റെ ഞരമ്പിന് കുറച്ച് സ്ട്രെച്ച് കിട്ടും. ഇങ്ങനെ 1 മിനിറ്റ് നിൽക്കുക.
വലത്തക്കാലം വെച്ചിട്ട് ഈ കാല് സപ്പോർട്ട് കൊടുക്കുക. നന്നായിട്ട് മുഖത്തോടടിക്കും നമുക്ക് നല്ല സ്ട്രെച്ച് വരും. എത്രയാണ് നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ആ രീതിയിൽ നമ്മൾ ചെയ്യുക. എന്നിട്ട് ഈ കാല് ഇങ്ങനെ വെക്കുക. ഓക്കെ, ഇങ്ങനെ കുറച്ച് വയ്ക്കുക. ഇങ്ങനെ 1 മിനിറ്റ് വയ്ക്കുക. ബാലൻസിങ് കിട്ടാനൊക്കെ ഒരു നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ചൂട് നേരെ നിൽക്കാം സ്ട്രൈറ്റായിട്ട്. കാല് ഇച്ചിരി സ്ട്രൈറ്റായിട്ട് വെക്കുക. അങ്ങനെ വയ്ക്കുക. വീഴാൻ തുടങ്ങുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ കയ്യെ ഭിത്തിയിലോട്ട് സപ്പോർട്ട് എടുക്കുക. ഇപ്പോൾ കാലിൻ്റെ ഈ ഞരമ്പുകളൊക്കെ നന്നായിട്ട് മുട്ടിൻ്റെ പുറകിലുള്ള ഞരമ്പുകളൊക്കെ നന്നായിട്ട് സ്ട്രെച്ചാവും. ഈ കാല് ചെയ്യാം. അതിങ്ങനെ വെക്കുക. ഇങ്ങനെ കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറച്ചുകൂടെ സ്ട്രെയിറ്റ് ആക്കിയിട്ട് കാല് നന്നായിട്ട് സ്ട്രെയിറ്റ് ആക്കുക. എന്നിട്ട് ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് അപ്പോൾ കാലിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പുറകോട്ട് നമ്മുടെ ചെസ്റ്റിൻ്റെ ബുദ്ധിയോട് ഇങ്ങനെ വെച്ച് നമ്മുടെ ഈ ഭാഗവും ഇതൊക്കെ വെച്ച് ഈ കാല് വെച്ചിട്ട് നമുക്ക് പെടലിലൂടെ ഇട്ടിട്ട് സീലിംഗ് ചെയ്ത് നോക്കുക, കുനിയുക.
ശരി. Okay, thank you.